നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. ശ്രീനാരായണപുരത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികയെ കൊലപ്പെടുത്തിയ കേസിൽ ഇരട്ട സഹോദരിയുടെ മകൻ അറസ്റ്റിൽ. തോർത്തുകൊണ്ട് വായ് മൂടിക്കെട്ടുകയും വയോധിക ശ്വാസം മുട്ടി മരിക്കുകയുമാണ് ഉണ്ടായതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കൊച്ചി എളമക്കരയിൽ ലോഡ്ജിൽ കണ്ട സെക്യൂരിറ്റി ജീവനക്കാരന്റെ മരണം കൊലപാതകം. തൃശൂർ സ്വദേശി മനോജിന്റെ മരണമാണ് കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. സംഭവത്തിൽ സഹപ്രവർത്തകനായ വിജിത് സേവ്യാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതിരപ്പള്ളിയിൽ കാട്ടാനിറങ്ങി പ്രദേശവാസികളെയും വനപാലകരെയും ഓടിച്ചു. സ്ഥലത്ത് ഏറെ നേരം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷമാണ് ആന കാട് കയറിയത്. വെറ്റിലപ്പാറ അരൂർമുഴിയിൽ ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. കഴിഞ്ഞ ദിവസം തുമ്പൂർമുഴിയിൽ കാട്ടാനിറങ്ങി പെട്ടിക്കട തകർത്തിരുന്നു. മറ്റത്തൂർ 3 മുറിയിലുള്ള സൂപ്പർ മാർക്കറ്റിൽ മോഷണം. മറ്റത്തൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപം ഹോം എക്സ്പ്രസ് സൂപ്പർ മാർക്കറ്റിലാണ് വ്യാഴാഴ്ച രാത്രി മോഷണം നടന്നത്. കടയുടെ പുറകിൽ ഷട്ടർ തകർത്ത് അകത്ത് കയറിയ മോഷ്ടാക്കൾ CCTVയുടെ അനുബന്ധ ഉപകരണങ്ങളും മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന 20,000-ഓളം രൂപയും മോഷ്ടിച്ചിട്ടുണ്ട്. കൊരട്ടിയിൽ കേന്ദ്ര സർക്കാരിന്റെ സെക്യൂരിറ്റി പ്രസ് പറമ്പിലും ദേശീയ പാതയോരത്തെ മാലിന്യം കൂമ്പാരത്തിലും 2 വട്ടം തീപിടിച്ചു. സെക്യൂരിറ്റി പ്രസിന്റെ മെയിൻ ഗേറ്റ് സമീപത്തായി റോഡരികിൽ ആളുകൾ കൊണ്ടുവന്നിടുന്ന മാലിന്യത്തിലാണ് ആദ്യം തീപിടിച്ചത്. അവിടെ നിന്നും പ്രസിന്റെ പറമ്പിലെ അടിക്കാടുകൾക്കും തീപിടിക്കുകയായിരുന്നു. കൊരട്ടി ഗാന്ധിഗ്രാം ത്വക്ക് രോഗാശുപത്രിയുടെ പുതിയ OP ബ്ലോക്കിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. MLA സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷത വഹിച്ചു. 4 കോടി രൂപ ചിലവിലാണ് പുതിയ OP ബ്ലോക്ക് നിർമ്മിക്കുന്നത്. നിർദ്ദിഷ്ട മലയോര ഹൈവേ നിർമ്മാണ നടപടികൾ നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് സനീഷ് കുമാർ ജോസഫ് MLA. നാടിന്റെ വികസനത്തെ തുരങ്കം വെക്കുന്ന ക്ഷുദ്രശക്തികളാണ് ഇതിന് പിറകിലെന്നും സനീഷ് കുമാർ ജോസഫ് MLA അറിയിച്ചു. സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ നിയമപരമായാണ് പൂർത്തീകരിക്കുന്നതെന്നും MLA കൂട്ടിച്ചേർത്തു. കയ്പമംഗലം ബീച്ചിൽ ഗുണ്ടാ വിളയാട്ടം. ബസ്സിനും വീടിനും നേരെ ആക്രമണം. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഇന്നലെ ഉച്ച മുതൽ മേഖലയിൽ ചിലർ തമ്മിൽ വഴക്കും വാക്കേറ്റവും ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നു. കയ്പമംഗലം കമ്പനിക്കടവിൽ വീണ്ടും കടലാമയുടെ ജഡം കരക്കടിഞ്ഞു. വ്യാഴാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് കമ്പനിക്കടവിന് വടക്ക് ഭാഗത്ത് കടലാമയുടെ ജഡം കണ്ടത്. വൈകിട്ട് കടൽ കാണാൻ എത്തിയവരാണ് തിരമാലയോടൊപ്പം കരയിലേക്ക് അടിച്ചു കയറിയ നിലയിൽ ചത്ത കടലാമയെ കണ്ടത്. ഏതാനും ദിവസം മുമ്പ് ഇതേ സ്ഥലത്ത് തന്നെ മറ്റൊരു കടലാമയുടെ ജഡവും കരക്കടിഞ്ഞിരുന്നു. തീരദേശത്തെ ആദ്യത്തെ മാതൃക ശലഭോദ്യാനം ഒരുക്കി എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത്. ചാമക്കാല കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് ശലഭോദ്യാനം ഒരുക്കിയിരിക്കുന്നത്. എടത്തിരുത്തി കൃഷി ഓഫീസർ ഡോക്ടർ PC സജിനയാണ് നിർവഹണ ഉദ്യോഗസ്ഥ. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേസ് ഹൈലൈറ്റ്സിലൂടെ സമാപിക്കുന്നു. നമസ്കാരം.